സംസ്ഥാനത്ത് കനത്ത നാശം വിതച്ച് കനത്ത മഴയും കാറ്റും തുടരുന്നു. മഴക്കെടുതിയിൽ 2 പേർ മരിച്ചു. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. കോഴിക്കോടും തൃശൂരും മിന്നൽ ചുഴയിൽ വ്യാപക നാശനഷ്ടം. മരം വീണ വീടുകൾ തകർന്നു. കോഴിക്കോട് കട്ടിപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായി. പെരുവ സ്വദേശി പെരുവഴിയിലെ ചന്ദ്രനാണ് കണ്ണൂർ കണ്ണവത്ത് വീടിനു മുകളിൽ മരം വീണ് മരിച്ചത്. തോട്ടം തൊഴിലാളിയായ തമിഴ്നാട് തേനി സ്വദേശി ലീലാവതിയാണ് ഉടുമ്പൻചോലയിൽ മരം വീണു മരിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലിയിൽ വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി. കോഴിക്കോട് നാദാപുരം പഞ്ചായത്ത് 4-ാം വാർഡിൽ വീശിയ മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണു. കട്ടിപ്പാറ മണ്ണാത്തിയേറ്റുമലയിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്തെ 17 വീടുകളിലുള്ളവരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. നേരെ ആ ചെരുവിൽ വരുന്നത് എൻ്റെ വീട്ടിലേക്ക് ഫസ്റ്റ് വരിക. നമ്മുടെ വീട്ടിലെല്ലാവരും മാറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാവരും വീട്ടിലെ അമ്മയും ഭാര്യയും കുട്ടികളെല്ലാം മാറ്റി വിടുന്നു. വീടുകളിലേക്ക് ആരും ആവശ്യപ്പെട്ടില്ല. എല്ലാവരും ബന്ധുവീടുകളിലേക്ക് മാറുകയാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമ്പ് നമ്മൾ തുടങ്ങാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു. നമുക്ക് നമ്മുടെ കട്ടിപ്പാറ തന്നെയുള്ള UP സ്കൂളിൽ തന്നെ അറേഞ്ച്മെന്റ് ചെയ്തിരുന്നു നമ്മൾ. പാലക്കാടും വ്യാപക നാശനഷ്ടമുണ്ടായി. വല്ലപ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും ആൽമരം വീണ് 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ കാറ്റിലും മഴയിലും വൈദ്യുത പോസ്റ്റ് വീടിനു മുകളിലേക്ക് പൊട്ടി വീണു. കാഞ്ഞിരങ്ങാട്ടുപറമ്പിൽ ശങ്കരനാരായണന്റെ വീടിന്റെ അടുക്കള ഭാഗം തകർന്നു. നെന്മാറ പോത്തുണ്ടിയിൽ പുഴ കരകവിഞ്ഞൊഴുകി. വെള്ളം കയറിയ പുത്തൻതോട് ഭാഗത്തെ 4 വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഭവാനിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. അട്ടപ്പാടി താവളം പാലത്തിന് മുകളിലൂടെ വെള്ളം കയറി. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നെല്ലിയാമ്പതിയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ചുള്ളിയാർ ഡാം തുറന്നു. ഇടുക്കി മൂന്നാറിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. കണ്ണന്തേവൻ പ്ലാന്റേഷൻ റീജിയണൽ ഓഫീസിന് സമീപം മണ്ണിടിഞ്ഞു വീണ് 4 വഴിയോര കടകൾ പൂർണ്ണമായും തകർന്നു. കടകളിൽ ആളുകളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖലയിലെ പുറം ജോലികൾ നിർത്തിവെക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രിയാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. തൊമ്മൻകുത്ത് പുഴ കരകവിഞ്ഞൊഴുകി. ആലപ്പുഴ മാരാരിക്കുളത്ത് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ കോട്ടപ്പുറത്ത് വീട് ഇടിഞ്ഞു താഴ്ന്നു. കണ്ണപ്പറ മേലേതിൽ പരമേശ്വരന്റെ വീടാണ് ഇടിഞ്ഞു വീണത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.